നിങ്ങളുടെ ഉമ്മയോ ഉപ്പയോ ഒക്കെ അല്ലെങ്കിൽ വല്യുപ്പയോ വല്യുമ്മയോ ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നിങ്ങളിത് കേൾക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു സ്വഹാബി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയെ, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, എനിക്ക് അവരോട് വല്ല കടപ്പാടുമുണ്ടോ? മുത്തുനബി ആ വന്ന സ്വഹാബിയോട് പറഞ്ഞത്, തീർച്ചയായും ഉണ്ട്. മകനെന്ന നിലക്ക് നിങ്ങൾക്ക് അവരോട് വലിയ കടപ്പാടുണ്ട്. മുത്തുനബി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നോക്കൂ, നമ്മിൽ നിന്ന് മരണപ്പെട്ട ഏതൊരാളുടെയും ഖബറിലേക്ക് എത്തുന്ന 3 അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ ഒക്കെ ഉമ്മയുടെ ഖബറിലേക്ക് എത്തുന്ന 3 അനുഗ്രഹങ്ങൾ. അതിൽ ഒന്ന് വലതുൻ സ്വാലിഹുൻ യദുഹു ലഹു, അതായത് ദുആ ചെയ്യുന്ന സ്വാലിഹായ മകൻ ഭൂമിയിൽ ഉണ്ടാവുകയും അവൻ ദുആ ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അവരുടെ ഖബറിലേക്ക് അതിൻ്റെ കൂലി എത്തുക എന്നുള്ളതാണ്. അത് വലിയ ഒരു അനുഗ്രഹമാണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ എത്ര മുഅ്മിനീങ്ങളുണ്ട്, എത്ര ഖബറുകളുണ്ട്. ആ ഓരോ ഖബറിലെയും ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ അവരുടെയൊക്കെ മക്കൾ ഫാത്തിഹ ഓതുകയും യാസീൻ ഓതുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവുമല്ലോ. സ്നേഹമുള്ളവർ ചെയ്യില്ലേ? ചെയ്യും. ഇനി നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും അങ്ങനെ യാസീനിൻ്റെയും ഫാത്തിഹയുടെയും ഒക്കെ കൂലി കിട്ടുമ്പോൾ നമ്മുടെ ഉമ്മ മാത്രം ഒന്നുമില്ലാതെ വളരെ പാവമായി ആ സാധു, വളരെ പാവങ്ങളല്ലേ അവരൊക്കെ, സാധുക്കളായിരുന്നില്ലേ? നമുക്ക് വേണ്ടി അവരുടെ ജീവിതം മറന്ന് നമുക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നില്ലേ? അവരെ മറക്കാൻ നമുക്ക് കഴിയുമോ? എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ ഉമ്മ മാത്രം ഒരു സമ്മാനവും വാങ്ങാതെ നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അള്ളാഹു അവരുടെ ഖബർ സന്തോഷമുള്ള ഖബറാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഉമ്മയെ ഓർക്കണം, യാസീൻ ഓതണം, ഫാത്തിഹ ഓതണം. നമുക്ക് ഇന്നും ഓതാം. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.